അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം. ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. ഇന്ത്യയുടെ തുടർച്ചയായ 2ാം കിരീട നേട്ടമാണിത്. മലയാളി താരം വിജെ ജോഷിതയും ലോകകപ്പ് നേടിയ ടീമിലുണ്ട്. വയനാട് കൽപ്പറ്റ സ്വദേശിയാണ് ജോഷിത. അനൂപ് ഷൺമുഖൻ നൽകിയ വിശദാംശങ്ങൾ. അനൂപ്, ജോഷിതയടക്കമുള്ള സംഘം നേടിയിരിക്കുന്നു വിജയം, അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും കിരീടം നിലനിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ തവണ പ്രഥമ T20 ലോകകപ്പിൽ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരുന്നു റിച്ച ഘോഷിന്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ നിക്കി പ്രസാദിലൂടെ ആ നേട്ടം വീണ്ടും ഇന്ത്യ ആവർത്തിച്ചിരിക്കുന്നു. കോലാലംപൂരിലായിരുന്നു ഫൈനൽ തീർത്തും ഏകപക്ഷീയമായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. 82 റൺസിൽ എതിരാളികളായ ദക്ഷിണാഫ്രിക്ക പുറത്താകുന്നു, അല്ലെങ്കിൽ അവരെ പുറത്താക്കുന്നു ഇന്ത്യ. അതിനുശേഷം 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 11.2 ഓവറുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഈ ടൂർണമെന്റിൽ ഉടനീളം കണ്ടതുപോലെ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് തന്നെയായിരുന്നു ഫൈനലിലും കണ്ടത്. 1 വിക്കറ്റ് കമാലിനി 8 റൺസെടുത്ത് മടങ്ങിയെങ്കിലും മറ്റൊരു ഓപ്പണറായിട്ടുള്ള ത്രിഷ ഗംഗോഡിയെയും ഒപ്പം നികിത ചൽക്കയും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചു. 33 പന്തിൽ 44 റൺസുമായി ത്രിഷ മുന്നിൽ നിന്നു. 22 പന്തിൽ 26 റൺസുമായി നികിതയും ഒപ്പം പൊരുതി എന്നുള്ളതാണ്. അത് വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യ ലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്തു. വനിതാ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയുടെ കരുത്ത് ഒരിക്കൽ കൂടി വെളിവാക്കിയിരിക്കുന്നു. ടൂർണമെന്റിൽ ഉടനീളം 1 മത്സരം പോലും തോൽക്കാതെയാണ് 7 മത്സരങ്ങൾ ഫൈനലടക്കം ഇന്ത്യ കളിച്ചു. 1 മത്സരം പോലും തോൽക്കാതെ ഇന്ത്യ കിരീടം നേടിയെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച ബാറ്റിംഗ് നിര ഈ ടൂർണമെന്റിലുടനീളം എതിരാളികൾക്കെതിരെ സമഗ്രമായ ആധിപത്യത്തോടു കൂടിയായിരുന്നു ഇന്ത്യയുടെ വിജയം. മിക്ക കളികളിലും നിരവധി ഓവറുകൾ ബാക്കി വെച്ച് ഇന്ത്യ ജയിച്ചു. ശ്രീലങ്കയ്ക്കെതിരെ 60 റൺസിൻ്റെ ഒരു ജയവും സ്കോട്ട്ലൻഡിനെതിരെ 113 റൺസിലേറെ നീണ്ട ഒരു വലിയ ജയവും ഇന്ത്യ സ്വന്തമാക്കി. ഒപ്പം ഈ നേരത്തെ സൂചിപ്പിച്ച ത്രിഷ ഈ ടൂർണമെന്റിലെ അല്ലെങ്കിൽ അണ്ടർ-19 ലോകകപ്പ് ചരിത്രത്തിലെ വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യ സെഞ്ചുറിക്ക് ഉടമയാകുന്നതും നമ്മൾ കണ്ടു. ടൂർണമെന്റിലെ മികച്ച താരവും ഒപ്പം ഈ ഫൈനലിലെ താരവും ത്രിഷ ഗംഗോഡി തന്നെയാണ്. 7 കളികളിൽ 309 വിക്കറ്റുകളുമായിട്ടാണ് ത്രിഷ ഇന്ത്യയെ നയിച്ചത്. ഒപ്പം ബൗളിങ്ങിലും അവർ തിളങ്ങി 7 വിക്കറ്റുകൾ നേടി. നമ്മൾ ബൗളിങ്ങിൽ എടുത്തു പറയേണ്ട മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. മലയാളിയിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. എന്തായാലും ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ലോക കിരീട നേട്ടങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിശ്വാസം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ, ഒരു മലയാളി സാന്നിധ്യമുണ്ടെങ്കിൽ ഇന്ത്യക്ക് ലോകകപ്പ് നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു ചിന്ത ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നു. ഈ ലോകകപ്പ് നേടുമ്പോൾ ഈ ടൂർണമെന്റിൽ 6 വിക്കറ്റുകളുമായി ഇന്ത്യയുടെ ഓപ്പണിംഗ് ബൗളറായിട്ടുള്ള വിജെ ജോഷിത എന്ന വയനാട്ടുകാരി ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അവർക്ക് ഈ ഫൈനലിൽ വിക്കറ്റ് നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ കുതിപ്പിന് തുടക്കമിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ അവർ 2 വിക്കറ്റ് നേടി മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു ആ മത്സരത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കും മലയാളിക്കും ഒരുപാട് ആവേശത്തോടു കൂടി എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു വിജയം ഒരിക്കൽ കൂടി ഇന്ത്യയുടെ യുവനിര സമ്മാനിച്ചിരിക്കുന്നു. നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ കഴിഞ്ഞ തവണ ഫൈനൽ പോലും സെമി പോലും കാണാതെ പുറത്തായിരുന്നു. പക്ഷേ അതല്ല, ഇനി വരുന്ന നാളുകളിൽ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ശക്തമായിട്ടുള്ളൊരു താരനിര ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഇന്ത്യയുടെ കൗമാരനിര. ശ്രുതി, അതായത് അനൂപ് പറഞ്ഞതുപോലെ തന്നെ ജോഷിത ആദ്യ മത്സരത്തിലെ കളിയിലെ താരമായി ഒരു ടൂർണമെന്റിന് മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു അല്ലേ കൊടുത്തത്? തീർച്ചയായിട്ടും ആ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്ത്യ വിജയിക്കുന്നത് 8 ഓവറുകൾ ബാക്കി നിർത്തിക്കൊണ്ടായിരുന്നു. ആ മത്സരത്തിലാണ് 2 വിക്കറ്റുകളുമായി വിജെ ജോഷിത ഇന്ത്യയുടെ കളിയിലെ നിർണായക താരമായി മാറിയത്. പിന്നീട് വരികയാണെങ്കിൽ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിട്ടത് മലേഷ്യയും ശ്രീലങ്കയുമായിരുന്നു. അതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ടൂർണമെൻറ്റിൽ 7 കളികളിൽ ഇന്ത്യക്ക് ആകെ നഷ്ടമായത് 15 വിക്കറ്റുകൾ മാത്രമാണ്. അതാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ, ഈ വനിതാ നിരയുടെ കരുത്ത് വെളിപ്പെടുത്തുന്ന മറ്റൊരു എടുത്തു പറയേണ്ട ഘടകമെന്ന് പറയുന്നത്. സ്കോട്ട്ലൻഡിനെയും ബംഗ്ലാദേശിനെയുമായിരുന്നു സൂപ്പർ 6 ഇന്ത്യ നേരിട്ടത്. അവിടെയും ഇന്ത്യ സമാനമായിട്ടുള്ള വിജയം ആവർത്തിച്ചു. സ്കോട്ട്ലൻഡിനെതിരെ നേരത്തെ സൂചിപ്പിച്ച പോലെ 113 റൺസിലേറെ വലിയൊരു ജയം, ഈ ടൂർണമെൻറ്റിൽ തന്നെ വലിയൊരു ജയം ഇന്ത്യ സ്വന്തമാക്കുകയുണ്ടായി. സെമിയിലേക്ക് വരുമ്പോൾ കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ നേരിട്ടത്. ഓസ്ട്രേലിയ തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് കടന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇംഗ്ലണ്ടിനെ 113 റൺസിൽ പുറത്താക്കി ഇന്ത്യ ഒരു 9 വിക്കറ്റിൻ്റെ വിജയം അവിടെയും കുറിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ദക്ഷിണാഫ്രിക്ക വലിയ എതിരാളികൾ തന്നെയായിരുന്നില്ല. അത് ഫൈനലിൽ ഒന്നുകൂടി വ്യക്തമാവുകയും ചെയ്തു. ഇന്ത്യയുടെ ബൗളിംഗ് ആധിപത്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത 2 താരങ്ങളും ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ്. വൈഷ്ണവി ശർമ്മ 17 വിക്കറ്റുകൾ സ്വന്തമാക്കുന്നു. ഒപ്പം ആയുഷി ശുക്ല 14 വിക്കറ്റുകളുമായി കരുത്ത് വെളിവാക്കുന്നു. പിന്നെ ക്യാപ്റ്റൻ 7 വിക്കറ്റുമായി, നേരത്തെ സൂചിപ്പിച്ച ത്രിഷ 7 വിക്കറ്റുകൾ നേടുന്നു. 6 വിക്കറ്റുകളുമായി നമ്മൾ സൂചിപ്പിച്ച ജോഷിതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമഗ്രമായി ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഒരുപിടി താരങ്ങളുടെ ഒരു ടീം, അത് അവർ എന്താണോ ലക്ഷ്യമിട്ടത് അത് അനായാസം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വനിതാ അണ്ടർ-19 ലോകകപ്പ് ചരിത്രത്തിലെ 2 ലോകകപ്പുകളിലും ഇന്ത്യ എന്ന പേര് മാത്രമാണ് അവസാനമായി തെളിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തൃഷയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടൂർണമെന്റിൽ ഉടനീളം ഒരു ഓൾറൗണ്ട് പ്രകടനം നടത്താൻ സാധിച്ച ഒരു ഭാവി താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലേ?
തീർച്ചയായിട്ടും അത് നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്. അണ്ടർ 20 എന്നല്ല, പ്രധാന 2020 ലോകകപ്പിൽ ഇന്ത്യൻ വനിതകൾക്ക് എന്ത് സാധ്യമാക്കാതെ പോകുന്നു ഏകദിന ലോകകപ്പിലും ഒപ്പം 2020 ലോകകപ്പിലും ഇന്ത്യക്ക് നിരാശപ്പെട്ട് പലകുറി മടങ്ങേണ്ടി വന്നിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഈ നിര എടുത്തു പറയേണ്ട നിര തന്നെയാണ്. ഈ പറഞ്ഞ 4 പേരുകൾക്കപ്പുറവും താരങ്ങളുണ്ട്. ഇവരെല്ലാവരും ഒരേപോലെ ഒന്നിച്ച് പ്രയത്നിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു ടീം ഇവരെ ഒന്നടങ്കം എടുത്താൽ പോലും അടുത്ത ഭാവിയിൽ ഒരു മികച്ച ഇന്ത്യയുടെ പോരാട്ട നിര തന്നെ സജ്ജമാകുമെന്നുള്ളതാണ്. ഓരോരുത്തരും സീനിയർ ടീമിലേക്ക് എത്താൻ യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ശ്രുതി, ശരി. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീട നേട്ടം. ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. അനൂപ് ഷൺമുഖനാണ് വിശദാംശങ്ങൾ നൽകിയത്.